അമ്മ ഇല്ലാത്തോണ്ട് ഒരു ഇതില്ല. നേരത്തെ വിരിച്ചത് കറക്റ്റ് ആയില്ലായിരുന്നു. നീ ഇത് കറക്റ്റായിട്ട് വിളിച്ചിരിക്കില്ലായിരുന്നോ? അല്ല, ശരിയായില്ലായിരുന്നു. ഇങ്ങനെയല്ലേ നീ വിരിച്ചത്? ഞാൻ വിരിച്ചോളാം. രാവിലെ എനിക്കൊരു സ്ഥലം വരെ പോകണം. അപ്പോൾ ഫാസിൽ നേരത്തെ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകണോണ്ട് നേരത്തെ കിടക്കാം. ഏട്ടൻ കിടന്നോ? എനിക്കെന്തോ ഉറക്കം വരുന്നില്ല ഏട്ടാ. എന്തോ എനിക്ക് ഉറക്കം വരുന്നില്ല. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഏട്ടൻ കിടന്നോ? അതെ, രാവിലത്തേക്ക് കടല ഇല്ല ഇവിടെ. കടക്ക് രാവിലെ പുട്ടിന് കടല ഉണ്ടാക്കണം. അപ്പൊ അതിന് കടല ഇല്ല ഇവിടെ. ഞാൻ നാത്തൂൻ്റെ അടുത്ത് പോയി കടല മേടിച്ചു. അതെ, നാത്തു വന്ന് എല്ലാം കൊണ്ടുപോയി. കുറച്ച് വെച്ചില്ല ഇവിടെ. ഞാൻ പോയി മേടിച്ചിട്ട് വരട്ടെ. ഏട്ടൻ കിടന്നോ? നാത്തു വന്ന് അല്ല, രാവിലെ കറിയൊന്നുമില്ല ഏട്ടാ. ഏട്ടൻ കിടന്നോ? ഞാൻ വരാം, ഇപ്പൊ വരാം, ഓടി വരാം. കടലില്ലെങ്കിൽ എന്താ കുഴപ്പം? എന്താടി? എന്താ? എനിക്കൊരു സമാധാനമില്ല നാത്തൂനെ. എന്തി അവൻ വല്ല അറിഞ്ഞോ? അറിഞ്ഞിട്ടൊന്നുമില്ല. ഇനി നാത്തൂനായിട്ട് പറയരുതേ. എന്തപ്പോ? അയാൾ വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞത്? എന്റെ ക്ലീറ്റ് ഉറങ്ങിയോ നോക്കട്ടെ. അതിലും ടെൻഷനില്ല ഞാൻ. നാത്തൂന് അയാൾ വന്നിട്ട് എന്താ പറഞ്ഞത്? അയാള് വന്നിട്ട് നിന്നെ ചോദിച്ചു, വന്ന വഴി നിന്നെ ചോദിച്ചത് ജമന്തിയുടെ വീടാണോ എന്ന് ചോദിച്ചു. പേരെടുത്ത് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ജമന്തിയുടെ വീടാണെന്ന് പറഞ്ഞു. ജമന്തി അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജമന്തി ഇവിടെ ഇല്ലല്ലോ, ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് ജമന്തിനെ ഒന്ന് കാണണം, ഒരു അത്യാവശ്യമുണ്ട്. അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന കാര്യം എന്നോട് പറയുന്നില്ല. പക്ഷേ എനിക്കറിയില്ലല്ലോ ഇവനാണെന്നുള്ളത് അറിയില്ല. പക്ഷെ ഇവൻ്റെ നീ പറഞ്ഞ പോലത്തെ ചെറുക്കൻ ഭയങ്കര അധികാരം അവന്. നിന്റെ കാര്യം പറയുമ്പോൾ ഇവനപ്പം ഞാൻ ചോദിച്ചു പേരെന്താന്ന് ചോദിച്ചു. അപ്പം എന്നോട് ഹരി എന്ന് പറഞ്ഞു. ഹരി തന്നെയാണോ പറഞ്ഞത്? ഹരി എന്നാണ് പറഞ്ഞത്. എനിക്കത് ചെവി പൊട്ടിയിരിക്കുവാണോ? ഹരി എന്നാണ് പറഞ്ഞത്. എന്നിട്ടുണ്ടല്ലോ ഇവൻ്റെ നീ പറഞ്ഞ പോലത്തെ ചെറുക്കനാ. എനിക്കതാ സംശയം തോന്നിയത്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഇത് എനിക്ക് എൻ്റെ ഞാൻ പറഞ്ഞതൊന്നും ഇവിടെ തരണ്ട, പൊയ്ക്കോളാൻ പറഞ്ഞു. നന്നായി മേടിക്കാഞ്ഞത്. പക്ഷെ അവൻ വരും എന്ന് പറഞ്ഞെന്ന്. ഇനി വരും. അവൻ ആ സമ്മാനം തരാൻ വേണ്ടി വരും. പാപം അവനെ അറിയിക്കില്ല കേട്ടോ. അവൻ ചങ്ക് പൊട്ടിച്ചാവും. ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ് നിന്റെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് അവൻ ഈ സ്ഥലത്തിൻ്റെ അഡ്രസ്സൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയത്. ആയിരിക്കും. അപ്പം അവൻ കറക്റ്റായിട്ട് ഇവിടെ വന്നു. പക്ഷേ ഇല്ലേ, ഇപ്പം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തല്ല അവർ താമസിക്കുന്നത്. ഇപ്പം എവിടെയാന്ന് പറഞ്ഞാൽ അവൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്താണോ? എന്താണ്? ആമത്തോട്. അവിടെ ആ പരിസരത്തുള്ള ഏതെങ്കിലും സ്ഥലം. ആമത്തോട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അവിടെ ഒരു സ്ഥലം ഇല്ല. നാത്തു എന്നോട് ഓർത്ത് വേറെ എന്താ പറഞ്ഞത്? ആമത്തോട് എന്നല്ലെങ്കിൽ പിന്നെ ആമത്തോണി. നീ അവിടെ ആ പരിസരത്ത് അങ്ങനെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും പിടിച്ചാൽ നമുക്ക് ഇവന്റെ പറ്റി അന്വേഷിക്കാൻ പറ്റുമോ? കുഴപ്പക്കാരനോട് ആമത്തോണി എന്നൊന്നും പറഞ്ഞ സ്ഥലം ഇല്ല ഞങ്ങളുടെ അവിടെ. ആമത്തോണി തന്നെയാണ് പറഞ്ഞത്. ആമസോൺ വല്ലതും ആണോ? അതന്നെ ആമസോൺ. അവിടെ നിന്നാണ് വന്നത്. അവിടെ ആരെങ്കിലും പരിചയമുണ്ടോ? ആമസോൺ ആണോ? ആമസോൺ പറഞ്ഞു പോയതാ. ഇത് നമ്മള് വിചാരിച്ച പോലെയൊന്നും അല്ല. ഞാനേ നെറ്റിലെ ആമസോൺ അതിന്ന് 2 ചെരുപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് വന്ന ആളാ. ആ